എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കിനി മജ്ജ മാറ്റി വെക്കലൊരു ഓപ്ഷനുള്ള എല്ലാവരും അതിനുവേണ്ടി എന്നെ സഹായിക്കും. എനിക്കിനിയും പഠിക്കണമെന്നുണ്ട്, ഒരു ജോലി നേടണമെന്നുണ്ട്, എൻ്റെ അമ്മേനെ നോക്കണമെന്നുണ്ട്. വേദന സഹിക്കാൻ പറ്റുന്നു. എല്ലാവരും എന്റെ മോളെ സഹായിച്ച് എനിക്ക് എന്റെ മോളെ തിരിച്ചു തരണം. എന്റെ മോളുടെ കിടപ്പ് വേണ്ട, എനിക്ക് സഹിക്കാൻ പറ്റണേ. ഇതുപോലുള്ള മക്കളുടെ ഒരു വിഷമമായിട്ട് ഈ ഒരു അവസ്ഥയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ തട്ടി മാറ്റി പോരുത്. ഡിഗ്രിക്ക് പഠിക്കുന്ന തൃപ്പൂണിത്തറ ഗവൺമെന്റ് കോളേജില് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മോളാണ് ശ്രീകുട്ടി. അച്ഛനില്ലാതെ അച്ഛൻ മരണപ്പെട്ടിട്ട് ഈ നിൽക്കുന്ന അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഈ മോളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ. നമ്മുടെ മക്കളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഈ അമ്മയെ നോക്കണം. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടൊക്കെയല്ലേ നമ്മുടെ മക്കൾ ജീവിക്കുന്നത്. അതേ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന ശ്രീകുട്ടി ഇന്ന് മാരകമായ ഒരു അസുഖം ബാധിച്ചിട്ട് മജ്ജ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തുള്ള ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ കിടക്കുക. 35 ലക്ഷം രൂപയാണ് അതിന് കണ്ടെത്തേണ്ടത്. ഈ അമ്മ വിചാരിച്ചാലും നടക്കൂല. കാരണം മക്കളുടെ ഭക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും വരെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകണം. അതിന്റെ ഇടയിലാണ് ഈ മോൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. കോളേജിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു മോളാണ്. ഏത് സമയവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കുടുംബവും എന്ന ആ വലിയ ഒരു സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു മോള് ഇന്ന് ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ശ്രീകുട്ടിയുടെ മജ്ജ മാറ്റിവെക്കാൻ 35 ലക്ഷം രൂപ കണ്ടെത്താൻ ഞങ്ങളോടൊപ്പം നിൽക്കണം. ശ്രീകുട്ടിക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയും ബന്ധപ്പെട്ട ആളുകളൊക്കെ നിങ്ങളോട് സംസാരിക്കും. ഞാൻ PA ഷംസുദ്ദീൻ, വടുതല കോട്ടൂർ കാട്ടുപുറം പള്ളി മഹൽ ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കലാകായിക രംഗത്ത് നിറഞ്ഞു നിന്ന ശ്രീ തിലകന്റെ ആകസ്മിക മരണത്തോടെ അനാഥത്വം പേറിയ ശ്രീകുട്ടി എന്ന ആ വിദ്യാർത്ഥിനി ഇന്ന് രക്താർബുദ രോഗത്താൽ ചികിത്സ ലഭ്യമാകേണ്ട ഒരവസ്ഥയിലാണ്. വളരെ നിർധനരായ ഒരു കുടുംബമാണ് ശ്രീകുട്ടിയുടെ ഇത്. മാതാവ് മത്സ്യ സംസ്കരണ ഫാക്ടറിയിൽ ജോലി ചെയ്താണ് നിത്യവൃത്തി പോലും പണം ഉണ്ടാക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഈ ശ്രീകുട്ടിയുടെ ചികിത്സാർത്ഥം വേണ്ട ഭാരിച്ച തുക താങ്ങുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സുമനസ്സുകളുടെ സഹായം അത്യന്താപേക്ഷിതമായി വന്നിരിക്കുകയാണ്. ഈ ശ്രീകുട്ടിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ വടുതല കോട്ടൂർ കാട്ടുപുറം പള്ളി ജമാഅത്ത് മഹല്ലി നിവാസികളും ഒപ്പമുണ്ടാകുമെന്നും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ വടുതല കാട്ടുപുറം പള്ളി ഹത്തീബ്